ഞങ്ങളൊക്കെ മരിച്ചു പോകും, നിനക്ക് മരണമില്ല, നീ എന്തൊരു പരിശുദ്ധനാണ്. ഞങ്ങൾക്ക് അസുഖം വരും, നിനക്കതില്ലല്ലോ പടച്ചവനെ, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ. ഞങ്ങൾക്ക് എത്ര ന്യൂനതയുണ്ട് റബ്ബേ, ഞങ്ങൾ അറിവില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്. നിനക്ക് നീ എല്ലാ ഇൽമും നിന്നിൽ നിന്നല്ലേ പടച്ചവനെ. ഇതാണ് ഈ സുബ്ഹാന എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി എന്ന് റുകൂൽ പറയുമ്പോഴും, സുബ്ഹാന റബ്ബിയൽ അഅലാ ബിഹംദിഹി എന്ന് സുജൂദിൽ പറയുമ്പോഴും, റുകൂലിൽ സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി എന്ന് പറയുമ്പോഴൊക്കെ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഖൽബിലേക്ക് കൊണ്ടുവരണം. അല്ലാഹ് പരിശുദ്ധനാണ്, നമ്മളാണെങ്കിലോ ശുദ്ധിയില്ലാത്തവരാ, നമ്മളിൽ ന്യൂനതകളുണ്ട്, അല്ലാഹുവിന് ന്യൂനതകളില്ല. നമ്മൾ മറക്കും, അല്ലാഹ് മറക്കൂല. സുബ്ഹാന ജല്ല ജലാലു. അതാണ് അല്ലാഹു. പുണ്യ നബി തങ്ങളെ അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കാൻ പോകുന്ന യാത്രയാണിത്. അള്ളാഹിനെ കാണാൻ പോകുന്ന, അള്ളാഹിന്റെ അടുത്തേക്കുള്ള യാത്രയാണിത്. നിങ്ങൾക്കറിയോ, നമ്മളോടൊക്കെ അള്ളാഹു നേർക്കുനേരെ സംസാരിക്കും. കാണാൻ ഭാഗ്യമുള്ളവർ സ്വർഗത്തിലുള്ളവരായിരിക്കും, പക്ഷെ എല്ലാവരോടും അള്ളാഹു സംസാരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും, എന്നോട്, നിങ്ങളോടൊക്കെ, മരിച്ചുപോയവരോടും ഇനി വരാനിരിക്കുന്ന മനുഷ്യരോട് മുഴുവനും, നിങ്ങൾ ഓരോരുത്തരോടും. ഹബീബ നബിയുടെ ഹദീസാണ്, وما منكم من احد الا سيكلمه ربه ليس بينه وبينه ترجمان. ഒരു ഇടനിലക്കാരനില്ലാതെ അല്ലാഹു നേർക്കുനേരെ നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കും. നിങ്ങളോട് അല്ലാഹു ചോദ്യം ചെയ്യും. കുട്ടികളെ ഒഴിവാവുള്ളൂ, ഭ്രാന്തന്മാരെ ഒഴിവാവുള്ളൂ, മുക്കല്ലഫല്ലാത്ത ആൾക്കാരെ ഒഴിവാവുള്ളൂ. പ്രായപൂർത്തിയും ബുദ്ധിയുമായ മുഴുവൻ മനുഷ്യരോടും, മുസ്ലിമിനോടും മുസ്ലിം അല്ലാത്തവനോടൊക്കെ അല്ലാഹു തആല സംസാരിക്കും. ഇല്ലാ വയുകല്ലിമുഹു റബ്ബു. അല്ലാഹു നേർക്കുനേരെ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അലി തങ്ങൾ പറയാണ്, ചില ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ മുഖത്തെ ഇറച്ചിങ്ങോട്ട് വീഴുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മുമ്പിൽ നാണിച്ച് നിൽക്കാൻ കഴിയില്ല. കള്ളു കുടിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങളെ പിന്നാലെ പോയിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്, മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ട്, മോഷണം ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടില്ല, നോമ്പെടുത്തിട്ടില്ല, കള്ളത്തരമാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ച ആളുകൾ അള്ളാഹിന്റെ മുമ്പിൽ എങ്ങനെ പോയി നിൽക്കും? അള്ളാഹ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയും? മുഖത്തെ മാംസം വീണുപോകുന്ന ആളുകളുണ്ട്. ചിലർ പറയും, എന്നെ കൊണ്ടുപോകലിൻ, മലക്കുകളെ കൊണ്ടുപോകുക, എനിക്ക് വേണ്ട, എനിക്ക് അള്ളാഹിനെ കാണണ്ട, എന്നെ നരകത്ത് കൊണ്ടുപോയിട്ടോളൂ, എന്നാൽ എനിക്ക് അള്ളാഹിനെ കാണാൻ പറ്റൂല. ഞാൻ എന്താ അള്ളാഹ്ക്ക് മറുപടി പറയാം? എൻ്റെ അടുത്ത് എന്താ ഉള്ളത്? ഞാൻ എന്തെന്റെ റബ്ബിനോട് പറയും? അതുകൊണ്ട് മുഅ്മിനെ മിഅ്റാജും ഇസ്റാഇനെ സംബന്ധിച്ചും പറയുമ്പോൾ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ പോകുന്നവരാ നമ്മളൊക്കെ. നമ്മളോടൊക്കെ അള്ളാഹു നേരിട്ട് സംസാരിക്കും. ആ ഒരു മീറ്റിങ്ങിന് വേണ്ടി റെഡി ആയിക്കോളി, ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, അത് ഉറപ്പാണ്. എന്ത് മറുപടിയാണ് അള്ളാഹ്ക്ക് കൊടുക്കാൻ പോണത്? പടച്ചോനെ, ലോകകപ്പ് കാണാൻ വേണ്ടി ഇങ്ങനെ കട്ടൗട്ടൊക്കെ ഉണ്ടാക്കി കുറെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് റുപ്യ ചെലവഴിച്ച് നാട്ടിൽ ഫാൻ അസോസിയേഷന്റെ ആളായിരുന്നു ഞാൻ. ചെല്ലാം അള്ളാഹിന്റെ മുമ്പ് എന്താണ് മറുപടി കിട്ടുക? അള്ളാഹുവെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിസ്കരിച്ചിട്ടില്ലായിരുന്നു. 4 മണി വരെ കളി കണ്ടിട്ടുണ്ട്, പക്ഷേ 5 മണിക്ക് വാങ്ങാൻ അവിടെ പോയി കടന്നുറങ്ങിയിട്ടുണ്ട്, നിസ്കരിച്ചിട്ടില്ല. എന്താണ് നിങ്ങൾ അള്ളാഹുവിനോട് മറുപടി പറയാൻ പോകുന്നത്? ഓരോരുത്തരും അവരുടെ ഉത്തരങ്ങൾ റെഡിയാക്കി വെച്ചോളൂ. മഹാനായ നബി തങ്ങൾ പറയാം, അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്. അള്ളാഹു കോടിക്കണക്കിന് ആളുകളോട് ഒരു സമയം അള്ളാഹു സംസാരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മനുഷ്യരാ, നമുക്ക് ഒരാളോട് സംസാരിക്കാൻ ഒരു നേരത്തെ ഒരാളോടെ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരോടും ഒരുമിച്ചേ പറ്റുള്ളൂ. 1 to 1 നമുക്ക് ഒരാളോടെ പറ്റുള്ളൂ. അള്ളാഹു നമ്മളെ പോലെയല്ല, മുഖാലിഫുൽ ലിൽ ഹവാദിസ്. അള്ളാഹുവിന് കോടിക്കണക്കിന് ആളുകളോട് ഒരേ സമയം അള്ളാഹുവിന് സംസാരിക്കാൻ പറ്റും. നമുക്ക് നമ്മളോട് മാത്രമായിട്ട് സംസാരിക്കുന്നതേ തോന്നുള്ളൂ. അള്ളാഹ് ആ നേരത്ത് കോടിക്കണക്കിന് ആളുകളോട് സംസാരിക്കും. അതാണ് അള്ളാഹു ജല്ല. നിങ്ങളോടൊക്കെ, നമ്മൾ ഓരോരുത്തരോടും അള്ളാഹു സംസാരിക്കുകയാണ്. പിന്നെ അള്ളാഹിനെ കാണണം. ആ ഭാഗ്യം സ്വർഗത്തിലാണ് മുഅ്മിനീങ്ങൾക്ക്. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, വല്ല റബ്ബേ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ റബ്ബേ? റബ്ബി അരിനി അൻദുർ ഇലൈക്. പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. അരിനി, നീ നിന്നെ എനിക്ക് കാണിച്ചുതാ. എന്തല്ല, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ, അങ്ങനല്ല. അള്ളാഹ് കാണിച്ചു തന്നാലേ കാണൂ. അതാർക്കറിയാം? മൂസ നബി അലൈഹിസ്സലാമിന് അറിയാം. നീ നിന്നെ എനിക്ക് കാണിച്ചു തരുമോ റബ്ബേ? കാരണം لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير. ഒരു കണ്ണിനും അല്ലാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുക, കാണുക സാധ്യമല്ല. പൂർണ്ണമായി റബ്ബിനെ ഉൾക്കൊള്ളുക സാധ്യമല്ല. അല്ലാഹുവാണ് കണ്ണുകളെ നിയന്ത്രിക്കുന്നത്. വഹുവൽ ലതീഫുൽ ഖബീർ. എല്ലാ സസൂക്ഷ്മമായ കാര്യങ്ങളും അറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹു ഏത് ചെറുതും വലുതും അറിയും. നിങ്ങളിപ്പോൾ ഇവിടെ നമ്മളൊക്കെ ഇരിക്കുന്നുണ്ട്, ഞാനടക്കം. നമ്മുടെ കൽബിലുള്ള ചിന്ത എന്താണെന്ന് അല്ലാഹ്ക്ക് അറിയാം. ഇതെനിക്കറിയാൻ പറ്റൂല. ഇവിടെയുള്ള ആർക്കും നിങ്ങളെ കൽബ് അല്ലാഹ്ക്കേ അറിയാൻ പറ്റുള്ളൂ. ഓരോ നഗരവും കാണുമ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ, സ്കൈ സ്ക്രാപ്പേഴ്സ് കാണില്ലേ, വലിയ വലിയ ഹൈ റൈസ് ബിൽഡിങ്ങുകൾ. ആ ബിൽഡിംഗ് ഇങ്ങനെ കണ്ട് ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ, സെൽഫി ഒക്കെ എടുക്കാൻ. ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് അല്ലാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലാഹ് ഭൂകമ്പം ഉണ്ടാക്കുന്നതും അല്ലാഹ് പരീക്ഷണം ചെയ്യുന്നതും അല്ലാഹ്ക്കറിയാം അവിടെ എന്താ നടക്കുന്നത്. അല്ലാഹുവിനറിയാം അവരുടെ മനസ്സെന്താണ്. മുദ്നിബീകളാണെങ്കിൽ അവർക്ക് അദാബാണ്, സജ്ജനങ്ങളാണെങ്കിൽ അല്ലാഹു നൽകുന്ന പരീക്ഷണമാണ്. പക്ഷെ അല്ലാഹുവിനെ അറിയുള്ളൂ. നമ്മുടെ കൽബ് നമുക്കൊന്നും അറിയില്ല, അല്ലേ? നമുക്കൊന്നും അറിയില്ല. യാ അല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു രംഗം ആലോചിച്ച് നോക്കി. മൂസ നബി ചോദിക്കുകയാണ്, അല്ലാഹുവേ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ റബ്ബേ? അതിന് അല്ലാഹുവിന്റെ മറുപടിയും അത്ഭുതമാണ്. എന്നെ കാണാൻ കഴിയില്ല എന്നല്ല അല്ലാഹ് പറയുന്നത്, ലൻ ഉറാ എന്നല്ല, എന്നെ ഒരിക്കലും കാണാൻ കഴിയില്ല, അതല്ല മറുപടി. എന്താ മറുപടി? നിങ്ങൾക്ക് ഇവിടെ വെച്ച് എന്നെ കാണാൻ പറ്റൂല. എവിടെ വെച്ച് കാണാം? സ്വർഗത്തിൽ വെച്ച് കാണാം.
നിങ്ങൾക്ക് ഇവിടെ വെച്ച് എന്നെ കാണാൻ പറ്റൂല. അതാ പറഞ്ഞു ലൻ തറാനി ലൻ ലിതഅബീദ് ലിതഅബീദ് ദഹരി. ഈ ഭൂമിയുടെ കാലഘട്ടത്തിനിടയിൽ ഭൂമിയിലായിരിക്കെ മൂസ നബിയെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല. അതാണ് ലൻ തറാനി. നിങ്ങളുടെ ജസദിലായി ശരീരത്തിലായി നിങ്ങൾ നിൽക്കുന്ന ഈ സമയം കാണാൻ കഴിയില്ല, അതുകൊണ്ട് താങ്ങാൻ കഴിയില്ല മൂസ നബിയെ. അപ്പോഴും ചോദിച്ചു അള്ളാഹു എന്നാലും എനിക്കൊന്ന് കാണിച്ചെന്നൂടെ എന്ന്. അള്ളാഹുവിന്റെ സംസാരം കേട്ടു സയ്യിദനാ മൂസ നബി അലൈഹിസ്സലാം. ആ സംസാരം കേട്ട വൃക്ഷം ഇന്നും അവിടെ ഉണ്ട്. 5000 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു ചെറിയ ചെടി, ലോകത്ത് അത്ഭുതമായി നിൽക്കുന്ന ഒരു ചെടിയാണിത്. ദ ബേണിംഗ് ബുഷ് എന്നതിന് പറയാം. മിന ഷജറത്തിൽ മുബാറക ജാനിബ ശർഖി. അള്ളാഹുവിന്റെ സംസാരം കേട്ട ആ ഒരു വൃക്ഷം എന്ന് ഖുർആൻ പറയും. ചെടി ഒരു വള്ളിച്ചെടിയാണ്. അത് അവിടെ ഉണ്ടാവുള്ളൂ. സിനാ മരുഭൂമിയിലെ സെയിൻറ്റ് കാത്തറിൻ സിറ്റിയിലെ സെയിൻറ്റ് കാത്തറിൻ ചർച്ചിൻ്റെ ഉള്ളിലാണ് ഇതുള്ളത്. അവിടെ പോയാൽ കാണാൻ വേണ്ടി ഇപ്പുറത്തെ പള്ളിയുണ്ട്, ചർച്ചുണ്ട്. അവിടെ ആ ചർച്ചിൽ വർക്ക് ചെയ്ത നൂറ്റാണ്ടുകൾ വർക്ക് ചെയ്ത അച്ഛന്മാരുടെ തലയോട്ടി മാത്രമുള്ള റൂമുണ്ട്. അതിൽ ഫുള്ള് തലയോട്ടികളാണ്. അവിടെ വർക്ക് ചെയ്ത അവിടുത്തെ ഇമാമാരെന്ന് പറയാൻ പറ്റില്ലല്ലോ, അവിടുത്തെ പാട്രിയാർക്കീസുമാർ, ഫാദർമാർ, അവരുടെ ശവക്കല്ലറിയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന ഉർഫത്തുൽ ജുംജുമ എന്നാ പറയാം. ഇത് ഈജിപ്തിൻ്റെ ഭാഗമാണ്. ഒക്കെ അവിടെ കാണാൻ പറ്റും. ഫുള്ള് തലയോട്ടിയാണ്, റൂം നിറയെ. സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ദീനിൻ്റെ ഒരു ബഹുമാനം നോക്കണം. ഒരു മയ്യത്തിനെ എങ്ങനെ കൊണ്ടുപോയി മറവ് ചെയ്യുക? ആ മയ്യത്തിട്ട് കളിക്കാൻ പറ്റും, തലയോട്ട് കൊണ്ടെടുത്ത് കൊണ്ടുവരാൻ പറ്റും? ഇങ്ങനെ ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ലല്ലോ. അതൊരു ജസദിൻ്റെ ഭാഗം. അതിനെ ഇഹ്തിറാം ചെയ്യണമെന്ന് ഇരിക്കട്ടെ, ഏതായിരിക്കട്ടെ, അവർക്ക് അവരുടെ ലഹും ദീനുക്കും വലിയ ദീൻ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഈ സംസാരം ഇങ്ങനെ കേൾക്കണം അള്ളാഹുവിൻ്റെ. അപ്പോൾ കാണാൻ കൊതിയാവും. ഈ പ്രേമം തുടങ്ങൽ എങ്ങനെയാണ്? ആദ്യം മിസ് കോളാണ് വരിക, പിന്നെ മെസ്സേജായി, പിന്നെ അത് ചാറ്റിംഗ് ആയി, പിന്നെ അത് വോയിസ് ആയി, പിന്നെ നേരെ വിളിക്കലായി, പിന്നെ എവിടെയെങ്കിലും അപ്പോയിൻമെൻ്റ് ആയി, പിന്നെ തട്ടിക്കൊണ്ടുപോലും, പിന്നെ കുട്ടികളും മക്കളുള്ളവരും ഇല്ലാത്തവരും ഒക്കെ പോകുന്നേ. ഇതിൻ്റെയൊക്കെ തുടക്കം ഈ ശബ്ദമാണ്. പക്ഷെ അതൊരു നല്ല മഹാനായ സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാമിൻ്റെത് പവിത്രമായ സൈക്രഡ് ലവ്, പവിത്രമായ സ്നേഹമാണ്. അള്ളാഹു എനിക്ക് നിന്നെ ഒന്ന് കാണണം റബ്ബേ. കഴിയൂല മൂസ നബിയെ, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല, എന്നെ കാണപ്പെടൂല എന്നല്ല അള്ളാഹു പറയാം. അങ്ങനെയാണെങ്കിൽ ലൻ ഉറ എന്ന് അള്ളാഹ് പറയാം. അങ്ങനെയല്ല, ലൻ തറാനി, യു കനോട്ട് സീ മീ. അള്ളാഹുവിനെ കാണപ്പെടാത്തതുകൊണ്ടല്ല, അള്ളാഹു അത് കഴിവുള്ളവർക്ക് അള്ളാഹ് കാണിച്ചു കൊടുത്താൽ കാണാൻ പറ്റും. മൂസ നബിയെ നിങ്ങൾക്ക് ഈ ഭൗതിക ശരീരത്തിൽ കാണാൻ പറ്റൂല, എന്നാലും എന്നാ പറഞ്ഞ മൂസ നബിയെ, നിങ്ങളുടെ ശരീരം ചെറിയ സാധനമല്ലേ, എന്തായാലും ഒരു 100 കിലോ, വലിയ തടിയിലാണ് 130-150 കിലോ. ഒരു മലയുടെ ഭാരം എത്രയാ? ഒരു പർവ്വതത്തിന്റെ ഭാരം എത്രയാ? സീനാ പർവ്വതത്തിന്റെ ഇപ്പുറത്തുണ്ട് ജബലുദ്ദഖ. ജബലുദ്ദഖ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ പ്രകാശം, റബ്ബിന്റെ തജല്ലി ആ പർവ്വതത്തിലേക്ക് നീങ്ങിയപ്പോൾ അതങ്ങ് അമർന്നു പോയതാണ്. ആ പർവ്വതത്തിനാണ് ജബലുദ്ദഖ എന്ന് പറയാം. അത് ഇപ്പോഴും ഉണ്ട്, ആ പർവ്വതം കാണാൻ പറ്റും. فلما تجلى ربه للجبل جعله دكا وخر موسى صعقا. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രകാശത്തിന്റെ തജല്ലി ആ പർവ്വതത്തിലേക്ക്, മഹാപർവ്വതത്തിലേക്ക് നീങ്ങിയപ്പോൾ ആ പർവ്വതം വിറക്കുകയും കിടുകിടാ വിറക്കുകയും പൊട്ടിത്തരിപ്പണമാവുകയും ചെയ്ത് ഈ കാഴ്ച പോലും കാണാൻ കഴിയാതെ സയ്യിദാ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ബോധരഹിതരായി വീഴുകയും ചെയ്യുന്നു. നബിയേ, ആ പർവ്വതത്തിന് ഇന്റെ തജല്ലി താങ്ങാൻ നിങ്ങളുടെ ബോഡിക്ക് എങ്ങനെ താങ്ങാൻ? നിങ്ങളുടെ ശരീരത്തിന് എങ്ങനെ താങ്ങാൻ പറ്റും? നിങ്ങളുടെ തടിയേക്കാൾ എത്ര വലുതാ പർവ്വതം, പർവ്വതത്തിന് താങ്ങാൻ പറ്റുന്നില്ല. മൂസാ നബിയുടെ മറുപടി, അള്ളാഹുവെ പുറത്തേരണേ റബ്ബേ, ഞാൻ അറിയാൻ പാടില്ലാത്ത ചോദിച്ചല്ലോ. പക്ഷെ മൂസാ നബി അള്ളാഹിനോട് നേരെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ച്, കാണിച്ചു തരുമോ? അത് ശ്രദ്ധിക്കണേ. കാരണം നുരിയഹൂമിൻ ആയാത്തിൻ എന്ന ആയത്തിൽ ഇനി വരാൻ പോണത്, ഇസ്രാഈലിന്റെ ആയത്തിൽ അള്ളാഹ് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകാൻ നബിതങ്ങളെ. അള്ളാഹ് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇത് കാണാൻ കഴിയുന്നത്. കാരണം അത് അത്ഭുത യാത്രയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് നിന്നെ ഒന്ന് കാണിച്ചു തന്നൂടെ അള്ളാഹുവേ എന്ന് ചോദിക്കുമ്പോഴേ, അള്ളാഹുവിനെ കാണാൻ ഒരിക്കലും കഴിയില്ല, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹിനെ കാണൂല എന്നായിരുന്നുവെങ്കിൽ ലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമ്. അപ്പൊ അങ്ങനെ പറയാം, മൂസാ നബിയെ വിവരക്കേട് ചോദിക്കരുത് എന്ന് പറയും. മൂസാ നബിയോട് അതൊന്നും അള്ളാഹ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല ഇപ്പോൾ. അത് നല്ലൊരു മറുപടിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഭൂമിയിൽ വെച്ച് എന്നെ കാണാൻ കഴിയില്ല, അള്ളാഹുവിനെ ഒരിക്കലും കാണാൻ കഴിയില്ല എന്നവിടെ പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹിന്റെ മറുപടി വേറെയാകുമായിരുന്നു. ആ വിഷയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അള്ളാഹുവിന്റെ റുഇയത്ത് ഹഖാൻ, അള്ളാഹുവിനെ നാളെ കാണാൻ കഴിയുമെന്നത് അഹ്ലുസുന്നയുടെ അഖീദയാണ്. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി. അള്ളാഹുവിനെ കാണും, എങ്ങനെ, കൈഫിയത്ത് എങ്ങനെയാണ്, ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ വി കാനോട്ട് എക്സ്പ്ലെയിൻ. പക്ഷേ അള്ളാഹുവിനെ കാണും. The sight of Allah is real. അള്ളാഹുവിന്റെ ഭാഗ്യം നമുക്ക് നൽകട്ടെ. അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. ഇഹ്സാൻ ചെയ്തവർക്ക് ഹുസ്നയുണ്ട്, നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ട്, വസിയാദ ഏറെയുമുണ്ട് എന്ന് പറഞ്ഞ, ഏറെ എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കാണലാണത്രേ. എന്ത് രസായിരിക്കും ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ പടച്ചവനെ കാണുക. നമ്മളിപ്പോ സൂര്യൻ ഇത്ര വലുപ്പം എന്നൊക്കെ പറഞ്ഞൂലേ, 13 ലക്ഷം ഭൂമിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധനം, അത്ര വലിയ പാത്രമാണ് സൂര്യൻ എന്ന് പറഞ്ഞത്. പക്ഷെ നമുക്കതിന് മുഴുവൻ കാണാൻ പറ്റുന്നില്ല. സൂര്യൻ്റെ ഒറിജിനൽ വലുപ്പം നമ്മൾ കാണുന്നില്ല. ഇല്ല, കാണുന്നുണ്ടോ? നക്ഷത്രങ്ങൾ, നമ്മുടെ കണ്ണുകൾക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്തിടങ്ങളിൽ നക്ഷത്രങ്ങളുണ്ട്.
ഇതൊന്നും കാണാൻ കഴിയാതെ ഭൂമിയിലെ ദൃശ്യപ്രപഞ്ചത്തെ സാധനങ്ങളാ. അവൻ അള്ളാനെ കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്നൊരാൾ പറഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ഒരു അസാംഗത്യം എന്താണെന്ന് അറിയോ? നമ്മുടെ ഈ ചെറിയ 2 ഐബോൾ, ഈ കണ്ണ് എന്ന് പറഞ്ഞാൽ എത്ര ചെറിയ സാധനം, നമ്മുടെ മുഖം തന്നെ ചെറുതല്ലേ, നമ്മൾ തന്നെ ചെറുതല്ലേ, അതിൽപ്പെട്ട ഈ 2 ചെറിയ ബോള്, ഇതുകൊണ്ട് എനിക്ക് കണ്ടാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണിന് കാണത്തക്ക വിധം അള്ളാഹുവിന്റെ ചെറുതാവണം എന്നാണോ നീ പറയുന്നത്? അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തലല്ലേ അത്? നിന്റെ ഈ കണ്ണിന് ചെറിയ 2, ഇവിടുന്ന് കാസർഗോഡ് നോക്കിയാൽ കാണോ, ഇച്ചിലും കൂടെ പോട്ടെ, ഇപ്പുറത്ത് വേറെ സ്ഥലം ഉണ്ടെന്ന്, ഇവിടുന്ന് ബന്ധിവിട്ട് നോക്കിയാൽ കാണോ, ഇവിടുന്ന് വീഡിയോയിൽ കണ്ടേക്കാം, നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടാ? ഇതാ നമ്മുടെ കണ്ണ്. എന്നിട്ട് പറയും അള്ളാഹ് എന്നെ കാണുന്നത്. എന്താണ് 7 ആകാശലോകം, എന്താണ് ഈ എന്താണ് സ്പേസ്, ഇവിടെയുള്ള ഗോളങ്ങളും കോടാനു ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളൊക്കെ എന്താ? ഇതൊക്കെ സൃഷ്ടിച്ച അദീമായ അള്ളാഹു. അള്ളാഹുവിന്റെ കുർസിയും ഈ പ്രപഞ്ചം മൊത്തത്തിൽ നോക്കിയാൽ ഈ പ്രപഞ്ചം ഒരു ചെറിയ വട്ടക്കണ്ണിയാണ്. അള്ളാഹുവിന്റെ കുർസിയാണ് അനന്തമായി കിടക്കുന്ന മരുഭൂമി. അത് കുർസിയാണെങ്കിൽ അള്ളാഹിന്റെ അർശ് എത്രയാണ്? എന്നിട്ട് നമ്മൾ പറയാം അള്ളാഹിന്റെ കൺമുമ്പിൽ കാണുന്നത്. ആ ചോദ്യം തന്നെ എന്തോ ഒരു ബഹുമാനമില്ലാത്ത ചോദ്യമല്ലേ അത്? എന്നിട്ട് അള്ളാഹ് പറയാണ് എന്നെ കാണിച്ചു തരാം. ദുന്യാവിനെ പറ്റി അള്ളാഹു പറഞ്ഞ വാക്കെന്താ? ഇത് പരീക്ഷണമാണ്. അപ്പൊ ഒരു എക്സാം നടക്കുമ്പോഴേ ഉസ്താദോ ടീച്ചറോ ഉത്തരം ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയാണ്, നോക്കി എഴുതിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയാണ്. കുട്ടികളെല്ലാവരും ജയിക്കണമെന്ന് ആഗ്രഹത്തിൽ കോപ്പിടിക്കാൻ വേണ്ടി അധ്യാപകൻ സൗകര്യം ചെയ്ത് കൊടുക്കാൻ സങ്കല്പിച്ചോളൂ. അത് പരീക്ഷ എന്ന് പറയാൻ പറ്റുമോ? ഉത്തരം ഇങ്ങനെ കാണിച്ചു കൊടുത്താല് ഉത്തരം കണ്ടിട്ട് എഴുതാൻ വലിയ പരീക്ഷയാണോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നേരിട്ട് ഇവിടെ ഇറങ്ങി വന്നിട്ട് പറയാ അതാ ഞാൻ പടച്ചവനാണ്. ഇതെന്ത് ഇബ്തിലാ, എന്ത് പരീക്ഷണമാണ്? അങ്ങനെ ഹക്കീമായ അള്ളാഹു ചെയ്യുമോ? ഒരിക്കലും ചെയ്യൂല. നിങ്ങൾക്ക് ഈ ചെടിയും ഈ മരങ്ങളും ഈ ആയിരക്കണക്കിന് തെങ്ങുകളും ഈ മണ്ണും ഈ മണൽത്തരിയും ഈ അന്തരീക്ഷവും ഇതെല്ലാം അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഈ നക്ഷത്രവും ഗോളങ്ങളും സൂര്യനും ചന്ദ്രനും ഈ ആകാശലോകത്തെ താരസമൂഹങ്ങളും മേഘപടലങ്ങളും സമുദ്രവും അവിടുത്തെ മത്സ്യങ്ങളുമെല്ലാം. നമ്മുടെ ബക്കറ്റുമായിട്ട് നമ്മുടെ പ്രവർത്തകർ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് കാര്യമായിട്ടൊന്ന് സഹായിക്കണേ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്തിലാക്കട്ടെ. എല്ലാവരും ഒന്ന് സഹായിക്കും, നന്നായിട്ട് ഒന്ന് സ്വലാത്തുല്ലിരിക്കണം. 3 സ്വലാത്തുല്ലിരിക്കല്ലേ ഇൻഷാ അല്ലാഹ്. ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കോളും. അപ്പോൾ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക. വലത്തുള്ള ആൾ ഇടത്തോട്ട് മാറി, അടുത്തുള്ള ആൾ വലത്തോട്ട് മാറി. അങ്ങനെ സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിരിക്കുക. ഒന്ന് എഴുന്നേറ്റോളൂ. എഴുന്നേക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ബിസ്മില്ലാ. സ്റ്റേജ് മുകളിൽ ഇരുന്ന് എഴുന്നേൽക്കണ്ട. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി, അപ്പുറം ഒന്ന് മാറിയിരുന്ന് നോക്കി. ഒന്ന് ഒരു ഉന്മേഷം, ഒരു ഉണർവ് കിട്ടാനാണ്. ഇരുന്നോട് തന്നെ ഇരിക്കാതെ എന്ത് ചെയ്യുക, ഒന്നിടെ മാറി കൊടുക്കുക. അത് സുന്നത്തും ഫർളും അല്ല, നിങ്ങൾക്ക് ഇഷ്ടം ചെയ്താൽ മതി. പക്ഷെ അതൊരു ഒരു ഉന്മേഷം കിട്ടാൻ നല്ലതാണ്. ഒരു ചെറിയൊരു ഡിഫറൻറ്റ്. പിന്നെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്, എന്താ ചെയ്യുക? അവരോട് ഐക്യം പ്രഖ്യാപിച്ച് ഞാനും നിൽക്കുക തന്നെയാണ്. പക്ഷേ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം വല്ല വകുപ്പുണ്ടെങ്കിൽ നമ്മുടെ സംഘാടകർ കുറച്ച് കസേര എവിടെന്നെങ്കിലും